ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റമദാൻ സീരീസ് ഡേ 1. രാവിലെ തന്നെ ഞാൻ എണീച്ച് വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെച്ചു. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കഴുകി, പിന്നെ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ച്. അന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കും, ഞാൻ ഉച്ചൻ്റെ മുന്നേ ഓൾമോസ്റ്റ് പണികളൊക്കെ കട തീർത്ത് കിട്ടും. കട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ചിക്കൻ കഴുകി, ചിക്കൻ പെരക്കി വെച്ച്. ഇന്നത്തെ നമ്മളെ മെനു എന്ന് വെച്ചാൽ ചിക്കൻ കൽമാസും ചിക്കൻ സമൂസയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഞാനിതിൽ പറയുന്നില്ല, കാരണം കഴിഞ്ഞ റമദാനിൽ ഞാൻ ഒരുപാട് ചിക്കൻ സമൂസേനെ പറ്റിയും ഒരുപാട് വെറൈറ്റി സ്നാക്സിനൊക്കെ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. കൽമാസിനെ പറ്റിയും സമൂസനെ പറ്റിയും കയ്യിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പം നമ്മൾ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതിനേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ എടുക്കുക. അപ്പം ഞാൻ എന്താക്കി, മുന്തിരി ഒന്ന് കേകി ഫ്രീസറിൽ സൂക്ഷിച്ച് നോക്കൂട്ടോ. അതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളവരെടുത്ത് അത് കേൾക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം സമൂസൻ്റെയും കൽമാസിൻ്റെ ഒക്കെ ഞാൻ വേറെ കേട്ടോ മസാല ആക്കിയത്. അപ്പോൾ ഏകദേശം മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നിച്ചാക്കലേ ഇല്ല, എനിക്ക് എല്ലാം ഞാൻ വേറെ ആക്കല. ഒന്നിച്ചാക്കിയാൽ മതി, സെയിം മസാല തന്നെയാണ്, പക്ഷേ ഞാനത് സെപ്പറേറ്റ് തന്നെ കേട്ടോ ആക്കൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി, നോർമൽ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. പൊതുവേ ഞാൻ ഈ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കൽ. കഴിഞ്ഞ റമദാൻ വീഡിയോയിലൊക്കെ ഒരുപാടുണ്ട് വീഡിയോ, അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. സാധാ സ്റ്റൈലാണ്. പിന്നെ അപ്പോൾ ഞാൻ വെച്ച് കൽമാസിൻ്റെ മാവും അവിടെ കുഴച്ച് വെക്കട്ടേന്ന്. അങ്ങനെ കൽമാസിൻ്റെ മാവ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ മാറുന്ന ഉള്ളിലേക്ക് നമ്മൾ തക്കാളി, ചിക്കന്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, അങ്ങനെ അതിന് വേണ്ടി ഐറ്റംസ്, നോർമൽ നാടൻ സ്റ്റൈൽ ചിക്കൻ കറി കേട്ടോ, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച്. പിന്നെ ഞാൻ എന്താക്കി, തിളച്ച വെള്ളമാണ് ഇതിലേക്ക് പാരുക. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഞാൻ കൽമാസ് വേവിക്കാൻ വെച്ച്. പിന്നെ ഞാൻ എൻ്റെ പത്തിരിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങിട്ടോ. കൽമാസ് വേവിക്കാൻ വെച്ച് ഞാൻ പോയി കുളിച്ച് നിസ്കരിച്ചൊക്കെ വന്നിട്ടാണ് പത്തിരി പരിപാടികളൊക്കെ ചെയ്ത്. അങ്ങനെ അതിന് പത്തിരി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനൊരു കഞ്ഞിയും വെച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് സമൂസയും കൽമാസൊക്കെ ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ ചോറിന് പകരം ബിരിഞ്ചി ആക്കിയതാണ്. അപ്പം ഒരു ബിരിഞ്ചി സ്റ്റൈല്, ബിരിഞ്ചി എന്നൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു സ്റ്റൈൽ ഏകദേശം അതിൽപ്പെട്ടൊരു ചോറ്, ആ ബിരിഞ്ചീൻ്റെ കൂട്ടത്തിൽ പെട്ടൊരു ചോറും വെച്ചിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാം. അപ്പോൾ വീഡിയോ പറയുന്ന പോലെ ടാറ്റാ ബൈ ബൈ.